യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പിന്റെ അനുമതി കാത്ത് പയ്യാവൂർ പഞ്ചായത്തിലെ പാടാംകവലയിലെ 200ഓളം കുടുംബങ്ങൾ. പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ മലയോര ഗ്രാമമായ പാടാംകവലയെ ഉളിക്കൽ പയ്യാവൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ആനറ പാടാൻകവല റോഡ്. 2.5 കിലോമീറ്റർ വരുന്ന ഈ റോഡ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയിൽ 2013 പൂർണ്ണമായും ടാർ ചെയ്യാനുള്ള നടപടികളുമായി മുൻപോട്ട് പോയപ്പോഴാണ് ഈ റോഡിന്റെ മധ്യഭാഗത്തുള്ള 250 മീറ്ററും പാടാൻകവലയുടെ തുടക്കത്തിൽ നിന്നുള്ള 100 മീറ്ററും വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമായതിനാൽ ടാർ ചെയ്യാൻ സാധിക്കാതെ വരികയും വനംവകുപ്പിന്റെ ചുവപ്പ് നാടയിൽ കുടുങ്ങുകയും ചെയ്തത്. മണിക്കടവ് ആനറ മുതൽ പാടാൻകവല ഭാഗത്തേക്ക് വനഭൂമി തുടങ്ങുന്നതുവരെ 1.800 മീറ്റർ ടാർ ചെയ്ത് നിർത്തുകയാണ് ഉണ്ടായത്. പിന്നീട് KC ജോസഫ് MLA ഫണ്ടിൽ പാടാംകവലയിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ പിന്നീട് 500 മീറ്റർ വനഭൂമി ഒഴികെയുള്ള ഭാഗം ടാർ ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ തന്നെ വിശുദ്ധ മദർ തെരേസയുടെ പേരിലുള്ള ആദ്യത്തെ തീർത്ഥാടന ദേവാലയമായ പാടാംകവല പള്ളി, മലബാറിലെ തന്നെ പ്രസിദ്ധമായ കുന്നത്തൂർപ്പാടി എന്നിവയിലേക്കും ഉളിക്കൽ പഞ്ചായത്തിലെ മണിക്കടവ് ഭാഗത്തേക്ക് വരാനും തിരിച്ചു പോകാനും ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നത്. ഈ റോഡിലൂടെ വാഹനങ്ങളും യാത്രക്കാരും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും കനത്ത മഴയിൽ റോഡിന്റെ മധ്യത്തിൽ വരുന്ന ഫോറസ്റ്റിന്റെ കൈവശമുള്ള മൺറോഡ് അടർന്നു പോയിരിക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും മാത്രമാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. വലിയ വാഹനങ്ങൾ മണ്ണിൽ താഴ്ന്നു പോവുകയും മണ്ണ് താഴേക്ക് വീണ് ഗർത്തം രൂപപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. ടാർ ചെയ്ത ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നാട്ടുകാരുടെയും റോഡ് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ പണം കണ്ടെത്തി കോൺക്രീറ്റ് ചെയ്താണ് ടാറിംഗ് പൊട്ടിപ്പോയ ഭാഗങ്ങളിൽ സുരക്ഷിതമായി നടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ആക്കിയിട്ടുള്ളത്. അനേകം വിദ്യാർത്ഥികളും പ്രായമായവരും പാടാംകവല പള്ളിയിലേക്കും ടൗണിലേക്കും പോകുന്ന 200ഓളം കുടുംബങ്ങൾക്കും നൂറുകണക്കിന് യാത്രികർക്കുമാണ് അനുകൂലമായ ഉത്തരവ് കാത്തു നിൽക്കുന്നത്. ഈ വഴിയുടെ വനത്തിന്റെ അധീനതയിലുള്ള 2 ഭാഗങ്ങളായ 250ഉം 100 മീറ്ററുള്ള ഭാഗങ്ങൾ ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ വനംവകുപ്പ് അനുമതി നൽകണമെന്നും ഈ വഴിയുടെ വനത്തിന്റെ അധീനതയിലുള്ള 2 ഭാഗങ്ങളായ 250ഉം 100 മീറ്ററുള്ള ഭാഗങ്ങൾ ടാർ ചെയ്യാനോ കോൺക്രീറ്റ് ചെയ്യാനോ വനംവകുപ്പ് അനുമതി നൽകണമെന്നും ബാക്കിയുള്ള സ്ഥലങ്ങൾ റീടാറിംഗ് വഴി ഗതാഗതയോഗ്യമാക്കണമെന്നും ഇനിയും അധികാരികളും സർക്കാരും കണ്ണു തുറന്നില്ല എങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുൻപോട്ട് പോകുമെന്നും നാട്ടുകാർ അറിയിച്ചു. പാടാങ്കട റോഡാണ്. പക്ഷെ അതിൽ 2,500 ആയിരുന്നു ഇതിന്റെ മൊത്തത്തിൽ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഉണ്ടായ ആൾക്കാർക്ക്. അതിനകത്ത് 210 ഇഞ്ച് തുടങ്ങുന്നത് ഫോറസ്റ്റും തീരുന്നിടത്ത് പാടാങ്കട സൈഡിൽ 90 മീറ്ററാണ് റോഡുള്ളത്. അതാണ് നമുക്ക് ഫോറസ്റ്റിന്റെ അനുമതി കിട്ടാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഈ റോഡിങ്ങനെ ആയിപ്പോയതും അതായത് പ്രൈവറ്റ് കിടക്കുന്ന അവിടെ തൊട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഇതിന്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ ടാർ ചെയ്ത് വെച്ചിരുന്നത്. ടാറിങ് മൊത്തം ഫുള്ള് ഇതായിട്ട് യോഗ്യമില്ലാത്ത ഒരവസ്ഥയിലാണുള്ളത്. നമ്മുടെ തീർത്ഥാടന കേന്ദ്രമായ പാടാങ്കട മത്തശ്ശേര ചർച്ച്, കുന്നത്തൂർ പാടി, വെള്ളച്ചാട്ടം അലക, പിന്നെ അങ്ങോട്ടുള്ള ശശിപ്പാടുകൾ ഫുള്ള് അത് ടൂറിസ്റ്റ് പ്ലേസ് ഏരിയയാണ് നമ്മുടെ. ഇപ്പം നടക്കാൻ പറ്റാത്ത ഒരു 250 വീട്ടുകാർ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് വഴിയിൽ ഇങ്ങോട്ട് പോകുന്ന വഴി. അതാണ് നമുക്കൊരു പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഫോറസ്റ്റിന് അങ്ങേറ്റവും ഫോറസ്റ്റിൽ പെട്ട സ്ഥലമാണ് ഈ 210 ഇവിടെ ആദ്യത്തെ സ്ഥലവും തീരുന്ന സ്ഥലം പാടാങ്കട 90 മീറ്ററും. അവിടെ നമുക്ക് അനുമതി കിട്ടാത്ത ഈ അനുമതി നമുക്ക് സർക്കാർ തരുവാണെങ്കിൽ ഇഷ്ടംപോലെ ഫണ്ട് കിട്ടാനുള്ള ഒരു അവസ്ഥയുണ്ട് നമുക്ക് നിലവിൽ. അതാണ് നമുക്ക് കിട്ടാതിരിക്കുന്നത് നിലവിൽ. അതെങ്ങനെയും മേടിച്ചെടുക്കാൻ വേണ്ടി ഇത് പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഔദാര്യമല്ല, പക്ഷേ നമ്മുടെ ജനങ്ങളുടെ അവകാശമാണ്. അത് ഞങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു പിരിവെടുത്ത് 10-35,000 മുടക്കിയിട്ട് ഒരു ചെറിയ അത്യാവശ്യ നടക്കാനുള്ള ഇതായിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അധികാരികൾ മുന്നിട്ട് ഒരു അനുമതി കിട്ടാനുള്ള ഒരു ഇതാക്കി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ റോഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, മെമ്പർമാർ, അതുപോലെ നമ്മുടെ MLA അവർക്കെല്ലാം നിവേദനം കൊടുക്കുകയും അവരെല്ലാം ഞങ്ങൾ ഇതിന് അപേക്ഷ നൽകുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എല്ലാവരും പറയുന്നത് ഫോറസ്റ്റിൻ്റെ ഒരു തടസ്സമാണ് പറയുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം വരുത്തി ഈ റോഡ് ഒരു ഗതാഗത യോഗ്യമാക്കാൻ ജനപ്രതിനിധികളും സർക്കാരും വേണ്ടപ്പെട്ടവരും അതിനൊരു പ്രവർത്തി നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ റോഡ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് മണിക്കടവ് പാടാങ്കവല ആനറ, മണിക്കടവ് ആനറ കോളിത്തട്ട് പാടാങ്കവല എന്നൊരു റോഡായിട്ടാണ് മാറിയിരിക്കുന്നത്. പ്രധാനമന്ത്രി സാധക യോജനയിൽ ഉൾപ്പെടുത്തിയ ഒരു റോഡാണ്. 2,510 മീറ്റർ ഈ റോഡിന് പാസ്സായെങ്കിലും അത് ഫോറസ്റ്റിൻ്റെ ഒരു അതിർത്തിയോട് ബന്ധിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾക്ക് വീണ്ടും പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് പാസ്സാകുകയോ അല്ലെങ്കിൽ അതിനൊരു നടപടിയോ ഉണ്ടാകാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല ഇവിടെ കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഈ റോഡുള്ളത്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വന്യമൃഗങ്ങളും അതുപോലെയുള്ള മറ്റുള്ള
പ്രകൃതി ദുരന്തവും ഏറ്റെടുക്കേണ്ട ഒരു റോഡും കൂടിയാണ് ഇത്. ഏറ്റെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ദുസ്സഹമായ സാഹചര്യത്തിലൂടെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോഡും കൂടിയായിരുന്നു ഇത്. ആ റോഡ് ഇന്ന് പുനർജനീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ റോഡ് മുമ്പോട്ട് പോയിരിക്കുന്നത്. ഈ റോഡിന് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ഒരു നേതാവിനെയോ ഒരു മന്ത്രിസഭയെയോ അല്ലെങ്കിൽ ഒരു MLAനോ അങ്ങനെ മേൽഘടകത്തിന് ആരെയും ഞങ്ങൾ, അതായത് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ പോലും നമ്മൾ കുറ്റപ്പെടുത്താൻ ഞങ്ങൾ നിൽക്കുന്നില്ല. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇൻവെൻഷൻ ഓഫ് ദി റോഡ് ഓഫ് ദി ഡേ, അതാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത്. ഒരു സാധാരണ പൗരനും അല്ല ഒരു കുഞ്ഞു മക്കൾക്ക് പോലും സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ റോഡ് ആയിത്തീർന്നതിന് ശേഷം ഞങ്ങൾ ജനങ്ങളാൽ ഈ 200 ചില്ലറ ഓളം വരുന്ന ഈ ഭാഗത്തുനിന്ന് കോളിത്തട്ടർ മുതൽ പാടാങ്കവല ഏരിയയിലേക്ക് പോകുന്ന 200 ചില്ലറ സംതിങ് ആൾക്കാർ ജീവിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ യാത്രാ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ നടന്നു പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ജനങ്ങളെല്ലാം കഷ്ടപ്പെട്ട് പിരിവെടുത്തിട്ട് അതായത് മാൻ വർക്കോട് കൂടിയിട്ട് ഞങ്ങൾ ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ നടപ്പ പാത എന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ട് ആണുള്ളത്. ഈ റോഡ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടുന്ന ഞങ്ങളുടെ അവകാശമായി മാറിയിരിക്കുന്ന യാത്ര ചെയ്യാനുള്ള അവകാശമായിട്ട് മാറി ഞങ്ങൾക്ക് ഈ റോഡ് ആയിത്തരണമെന്ന് ഞങ്ങൾ മേൽഘടകങ്ങളോട് ആരാണ് ബന്ധപ്പെട്ടിരിക്കുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ആക്കിയത് നിങ്ങളല്ലേ? ഈ തട്ടമ്പുറത്തുകാരെ ഒന്ന് നോക്കൂ. മനുഷ്യ, പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. പറഞ്ഞ നിങ്ങൾക്ക് സ്വന്തം മകന്റെ കഴിവുകൾ കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്തുണ്ടായി? ഊതി കാച്ചി പൊന്ന് കരിക്കട്ടയാക്കി രണ്ടുപേരും ടിവിയും കണ്ടോണ്ടിരുന്നു. ഇവളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? എന്റെ മോളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അല്ലേ മോളെ? അതെന്താ മനുഷ്യ, മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഉണ്ടോ? എന്ത് മെഷീനോ? മെഷീനല്ല, പിന്നെ സാക് അക്കാഡമി. സാക്കോ? എന്റെ പൊന്നമ്മേ, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും. ആണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. എന്നാ മോളെ നമുക്ക് സാക്കിൽ തന്നെ ചേർക്കാം. സാക് ഇനി വേറെ ലെവൽ. ഇനി നമുക്ക് മാറി ചിന്തിക്കാം. സാക് ഇരട്ടി, കൂത്തുപറമ്പ്, ഗുണിക്കുപ്പ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.